നമസ്തേ, ഞാൻ ശ്രീരേഖ. രേഖാമേനോൻ ഹെയർ കട്ട് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ നിങ്ങളെ ഇന്നലെ ഫ്ലാക്സീഡിൻ്റെ ഒരു ജെല്ലും പിന്നെ കൂടെ മറ്റുള്ള ഇൻഗ്രീഡിയൻസും കൂടി കൂട്ടിയിട്ടുള്ള ഒരു പാക്ക് പരിചയപ്പെടുത്തിയല്ലേ, മാസ്ക്. അപ്പോൾ അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം, ഒന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു. ഇതിന് വേണ്ടത് ഇത് ഫ്ലാക്സീഡിൻ്റെ പൊടിയാണ് കേട്ടോ. ഫ്ലാക്സീഡ് മാളുകളിൽ കിട്ടും കേട്ടോ. ഇത് ഫ്ലാക്സീഡിൻ്റെ പൊടിച്ചതാണ് ഇത്. പിന്നെ നമുക്ക് വേണ്ടത് തേനാണ് കേട്ടോ. 1-2 സ്പൂൺ തേൻ. അത് ഓരോരുത്തരെയും മുടിക്ക് എന്തോരം വേണോ അത്രയും നമുക്ക് അളവെടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ ഇതും അങ്ങനെ തന്നെയാണ്, തൈര് കേട്ടോ. 1-2 സ്പൂൺ നമുക്ക് എടുക്കാം. ഈ പൊടി എടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ തലമുടിക്കും സ്കാൽപ്പിലൊക്കെ പരട്ടാൻ പറ്റുന്നത്ര നമ്മൾ എടുക്കാം കേട്ടോ. ഇതും പിന്നെ കൂടാതെ അലോവരയുടെ ജെല്ല് കേട്ടോ. ഇപ്പം ഇത്രയും 4 ഐറ്റം കൂടിയതാണ് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കത് ഇന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്തോരം വേണമെന്ന് വെച്ചാൽ അവരവരുടെ മുടിക്ക് അനുസരിച്ചിട്ടുള്ളത് എടുക്കാം കേട്ടോ. അതിനൊരു പ്രശ്നമില്ല. അപ്പോൾ ഇത് ഇന്നലെ ഞാൻ കാണിച്ചു തന്നതാണ്. തൈരും അലോവരയും തേനും കൂടി മിക്സ് ചെയ്താണ്. ഇത് നമുക്ക് ഫ്ലാക്സീഡിൻ്റെ പൊടി കേട്ടോ, പൊടിയിൽ മിക്സ് ചെയ്യാം. നൈസായിട്ട് പൊടിച്ച പൊടിയായിരിക്കണം കേട്ടോ നമ്മൾ എടുക്കേണ്ടത്. ഇനി പൊടിക്കാൻ വിഷമമുള്ളവരാണെങ്കിൽ നമുക്ക് ഇതിന് ജെല്ലെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാം മിക്സ് ചെയ്ത് പേസ്റ്റ് ആക്കാം കേട്ടോ. ഇത് തേൻ, യോഗട്ട്, അലോവര, ഫ്ലാക്സീഡ് 4 കൂടിയ പാക്കാണ് കേട്ടോ. ഇത് ഓരോന്നിൻ്റെയും ഗുണങ്ങളൊക്കെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്യുന്നത് സ്കാൽപ്പ് മുതൽ അപ്ലൈ ചെയ്യാം കേട്ടോ. സ്കാൽപ്പ് മുതൽ അപ്ലൈ ചെയ്യാം. തലമുടിയിലൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. അറ്റം വരെ, മുടിയുടെ അറ്റം വരെ നമുക്ക് അപ്ലൈ ചെയ്യാം. മുടിയെ ഇങ്ങനെ മാറ്റി 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 നമുക്ക് ഇതൊക്കെ തലയോട്ടിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം കേട്ടോ. സ്കാൽപ്പിലൊക്കെ ഇത് ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കും കേട്ടോ. ധാരാളം മുടികൾ ഉണ്ടാവും, കുഞ്ഞു കുഞ്ഞു ഹെയർ ഉണ്ടാവുന്നതാണ്. ഫ്ലാക്സീഡ് പൊടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർ വേണമെങ്കിൽ ജെല്ലെടുക്കാം കേട്ടോ. ജെല്ലെടുത്തിട്ട് ഇതുപോലെയുള്ള ഇത്രയും ഇൻഗ്രീഡിയൻസ് അതിൽ ചേർത്താൽ മതി ജെല്ലിൽ. മുടി കൊഴിച്ചിലും നിൽക്കൂട്ടോ. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ മുടി കൊഴിച്ചിലും നിൽക്കും. അതുപോലെ തന്നെ മുടി ധാരാളം ഉണ്ടാവും കേട്ടോ. പിന്നെ ഡാൻഡ്രഫ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ, അതൊക്കെ മാറും. അപ്പോൾ അങ്ങനെ ഒരുപാട് യൂസ് ഉണ്ട് ഇതിന്. അപ്പോൾ നമുക്ക് ഒരുപാട് വേണമെങ്കിൽ അത് നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. നെറ്റിയിലൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മൾ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ, അത് നമ്മുടെ ഇഷ്ടം പോലെ കേട്ടോ, വെയിറ്റ് ചെയ്തിരിക്കാം. വെയിറ്റ് ചെയ്തിട്ട് വെറും വെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ആ സൂപ്പർ എക്സലൻറ്റ് ഹെയർ മാസ്ക് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ കണ്ടു നോക്കൂ കേട്ടോ. എല്ലാവർക്കും നല്ലത് വരട്ടെ.